പത്തനംതിട്ട എം.പി. ആന്റോ ആന്റണിക്ക് ഓഫീസിലെത്തി മധുരം നൽകി SDPI നേതാക്കൾ. SDPI സ്ഥാപക ദിനത്തിൽ ആന്റോ ആന്റണി എം.പിക്ക് പത്തനംതിട്ടയിൽ ഓഫീസിലെത്തിയാണ് നേതാക്കൾ മധുരം നൽകിയത്. SDPI തന്നെ പ്രചരിപ്പിച്ച ഫോട്ടോയും റീലും ഇപ്പോൾ വിവാദമാവുകയാണ്. നിലമ്പൂരിലെ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം വിവാദമായിരിക്കെയാണ് പുതിയ ആക്ഷേപം. കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് ആന്റോ ആന്റണി പറഞ്ഞ വാക്കുകൾ ആദ്യം കേൾക്കാം. നമസ്കാരം. MP അല്ലേ? നമ്മുടെ ഇന്നലെ ഈ SDPIയുടെ സ്ഥാപക ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്ക് ഓഫീസിലെത്തി ലഡു വിതരണം ചെയ്തു, അങ്ങനെ ഒരു വിഷ്വൽസ് പ്രചരിക്കുന്നുണ്ടല്ലോ, ദൃശ്യങ്ങൾ അവരെ തന്നെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്. അവര് എന്നെ കാണാൻ വന്നിരുന്നു. MP-യുടെ ഓഫീസ് ആ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഓഫീസാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവർക്കും രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പൊതുസമൂഹത്തിൽപ്പെട്ടവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ എന്നെ വന്ന് കണ്ടു. ഞാന് എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയം നോക്കാതെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇനി വന്നാൽ ഇനിയും ഞാൻ അവരെ കാണും, ഇനി അവരുടെ മധുരമൊക്കെ സ്വീകരിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി മിഥുൻ മുരളി തന്നെ ഒപ്പം ചേരുന്നു. മിഥുൻ, പരസ്യ അന്തർധാരയുടെ ഒടുവിലത്തെ തെളിവോ ഇത്? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം കൂട്ടി വായിക്കാൻ. കാരണം നിലമ്പൂർ ഇലക്ഷന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിലപാടുകളിൽ കോൺഗ്രസ് മാറ്റം വരുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വർഗീയ സംഘടനകളുമായി പ്രസ്ഥാനങ്ങളുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് പറയുന്ന യാതൊരുവിധ വിട്ടുവീഴ്ചകളും കൂടാതെ പരസ്യമായി തന്നെ മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് UDF എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ആന്റോ ആന്റണി MP-യുടെ ഓഫീസിലേക്ക് SDPI പ്രാദേശിക നേതാക്കൾ നേരിട്ടെത്തി മധുരം വിതരണം ചെയ്യുന്നതും SDPIയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾക്ക് MP-യുടെ ആ ഓഫീസ് വേദിയാകുകയും ഒക്കെ ചെയ്ത ഈ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസമാണ് SDPI നേതാക്കൾ SDPIയുടെ 17ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആന്റോ ആന്റണി MP-യുടെ ഓഫീസിലേക്ക് എത്തുന്നത്. കൃത്യമായി തന്നെയാണ് ആന്റോ ആന്റണി MP ഇവരെ സ്വീകരിക്കുന്നത്. ആ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. SDPI പ്രവർത്തകർ തന്നെയാണ് ആന്റോ ആന്റണി MP-യുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഇവർ ഓഫീസിലേക്ക് എത്തുമ്പോൾ തന്നെ നോട്ടീസ് നൽകുന്നു. കൃത്യമായി തന്നെ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ SDPIയുടെ 17ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് തങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നതെന്ന് MP-യെ അറിയിക്കുന്നു. കൃത്യമായി തന്നെ അവരെ സ്വീകരിക്കുന്നു. ആ നോട്ടീസ് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒപ്പം ലഡു നൽകുമ്പോൾ സന്തോഷത്തോடு തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യുന്ന MP-യുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ SDPI-യുമായിട്ട് രഹസ്യബാന്ധവം ആന്റോ ആന്റണിക്കും കോൺഗ്രസിനുമുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ എന്നുള്ളത് വ്യാപകമായി ഉയർന്നു വന്ന ഒരു വിമർശനമായിരുന്നു. ആ വിമർശനം ശരിയാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഒളിഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഘടനകളുമായി മാറ്റി നിർത്തപ്പെടേണ്ട വർഗീയ പ്രസ്ഥാനങ്ങളുമായി കോൺഗ്രസ് കൂട്ടുകെട്ട് നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയെല്ലാം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തനിക്കും ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. തൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടതും. കാരണം അവരെ ഹൃദയമായി സ്വീകരിക്കുന്ന, അവരോട് സംസാരിക്കുന്ന, ആശയവിനിമയം നടത്തുന്ന SDPI നേതാക്കളുമായി മധുരം പങ്കിടുന്ന ദൃശ്യങ്ങളെല്ലാം MP-യുടെ അനുവാദത്തോടു കൂടി തന്നെയായിരിക്കണം അവർ പകർത്തുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ SDPI പോലെയുള്ള സംഘടനകളുമായി വർഗീയ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുകെട്ട് നടത്തുന്നതിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായ ആന്റോ ആന്റണിക്കൊന്നും യാതൊരുവിധ വിമുഖതയും ഇല്ല. അത് പുറം ലോകം അറിഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനിയും SDPI-ക്കാർ വന്നോട്ടെ, മധുരം തന്നോട്ടെ, ഞാനത് വാങ്ങിക്കഴിക്കും, അവരെ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ഇതിനിപ്പോൾ പരസ്യമായ കാര്യമാണ്. ഞാനെന്തിന് അത് ചെയ്യാതിരിക്കണം എന്ന ഒരു ധൈര്യം കൂടി ആന്റോ ആന്റണി പ്രകടിപ്പിക്കുന്നു. തീർച്ചയായിട്ടും കൃഷ്ണരാജ് പറഞ്ഞ ആ കാര്യം തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ടത്. ഇത് മറനീക്കി പുറത്തു വന്നാലും യാതൊരു പ്രശ്നവുമില്ല. SDPI പോലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുമായി മാറ്റി നിർത്തപ്പെടേണ്ട പ്രസ്ഥാനങ്ങളുമായി രാജ്യവിരുദ്ധ ശക്തികളുമൊക്കെ കൂട്ടുകൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് MP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. MP-യുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് തൻ്റെ മണ്ഡലത്തിലുള്ള ആർക്കും ഓഫീസിലേക്ക് വരാം, താനുമായിട്ട് ആശയവിനിമയം നടത്താം എന്നൊക്കെയാണ്. അത് ശരിയാണ്. മണ്ഡലത്തിലുള്ള ഏത് പൗരനും MP-യുടെ ഓഫീസിലേക്ക് ചെല്ലാം, അദ്ദേഹവുമായി ആശയവിനിമയം നടത്താം. പക്ഷേ SDPI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ലേബലിലാണ് അതിന്റെ പ്രാദേശിക നേതാക്കൾ അവിടേക്ക് എത്തുന്നത്. അതിന്റെ കൃത്യമായ നോട്ടീസ് അദ്ദേഹത്തിന് നൽകുന്നത്. SDPI-യുടെ 17ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് MP-യെ കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രതികരണത്തിലെ ഒരു വൈരുദ്ധ്യമായിട്ട് വായിച്ചെടുക്കുകയും ചെയ്യേണ്ടത്. ഒരു സാധാരണ പൗരൻ അവിടേക്ക് എത്തുന്നത് പോലെയല്ല, പൗരന്മാർ എത്തുന്നത് പോലെയല്ല. ഒരു പ്രസ്ഥാനത്തിന്റെ, ഇത്തരത്തിലുള്ള ഒരു വർഗീയ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, നേതാക്കന്മാരാണ് ആ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയവുമായി, ആ
പ്രസ്ഥാനത്തിന്റെ 17ാമത് സ്ഥാപക ദിനം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട മറ്റൊരു വൈരുദ്ധ്യകരമായിട്ടുള്ള കാര്യവും. ഇക്കാര്യത്തിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല. ഇനിയും അവർ മധുരവുമായിട്ട് തന്റെ ഓഫീസിലേക്ക് എത്തിയാൽ അവർ സ്വീകരിച്ചാനയിക്കും എന്ന് തന്നെ പറയുമ്പോൾ ഇനിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകളുമൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത്തരത്തിലുള്ള യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ഇവരുമൊക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ട് തന്നെ മറനീക്കിയുള്ള സമ്പർക്കം പുലർത്തിക്കൊണ്ട് തന്നെ പരസ്യമായി തന്നെ മുന്നോട്ട് നേരത്തെ കോൺഗ്രസിന് പൊട്ടിയതാണ്, ഇപ്പോൾ മനസ്സിൽ ലഡു തൊടുന്നു. അതാണ് ശരിക്കു പറഞ്ഞാൽ മനസ്സിലാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.